നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആന്ത്രക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ, പുതുമന ഗോൾഡ് ഹൗസ്, മെയിൻ റോഡ്, പയ്യന്നൂർ. ABC സെയിൽസ് കോർപ്പറേഷൻ, കണ്ണൂർ, തളിപ്പറമ്പ, പയ്യന്നൂർ. കാൻഗ്രൂസ് ബാഗ് ബസാർ, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. നമസ്കാരം. പ്രധാന വാർത്തകൾ. എട്ടിക്കുളത്ത് മധ്യവയസ്കൻ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി പരാതി. സംഭവത്തിൽ എട്ടിക്കുളം സ്വദേശി TC അബ്ദുറഹിമാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹക്കീം വധം ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് വിവിധ ജില്ലകളിൽ നിന്നും യുവാക്കളുടെ സംഘം സമരപ്പന്തൽ സന്ദർശിച്ചു. കരിവെള്ളൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് CPM കരിവെള്ളൂർ സൗത്ത് നോർത്ത് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും. SSLC പരീക്ഷ സമാപിച്ചു. മൂല്യനിർണ്ണയം മാർച്ച് 31-നകം ആരംഭിക്കും. ഏപ്രിൽ 2-ാം വാരത്തിൽ ഫലപ്രഖ്യാപനവും നടക്കും. മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനത്തിന്റെ ഭാഗമായി കണ്ടൽക്കാട് സംരക്ഷണ പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കുഞ്ഞുമംഗലത്ത് ജില്ലാ കളക്ടർ ബാലകിരൺ IAS നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പയ്യന്നൂർ എട്ടിക്കുളത്ത് 11 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മധ്യവയസ്കൻ പോലീസ് കസ്റ്റഡിയിൽ. 57 വയസ്സുകാരനായ TC അബ്ദുറഹിമാനാണ് പോലീസ് കസ്റ്റഡിയിലായത്. 11 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് മധ്യവയസ്കനെ പയ്യന്നൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പയ്യന്നൂർ എട്ടിക്കുളം സ്വദേശിയായ PC അബ്ദുറഹീമിനെയാണ് SI EK ഷിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എട്ടിക്കുളം ഡ്രീംലാൻഡ് ഷോപ്പ് ഉടമയാണ് അബ്ദുറഹിമാൻ. ഈ മാസം 16-ന് ചൈൽഡ് ലൈനിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ഇയാളെ തലശ്ശേരി സെഷൻസ് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസിൽ നിന്നും അറിയാൻ സാധിച്ചത്. ഹക്കീം വധം പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ഗാന്ധി പാർക്കിൽ നടക്കുന്ന സത്യാഗ്രഹത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യുവസംഘം പയ്യന്നൂരിലെത്തി. സംഘത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളും നടന്നു. മാഫിയവൽക്കരണത്തിന്റെ ഇരകളായി കൊല്ലപ്പെട്ട മലബാർ സിമന്റ് കമ്പനി സെക്രട്ടറി ശശീന്ദ്രന്റെയും മക്കളുടെയും, നിഷാം കൊല ചെയ്ത സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിന്റെയും ശവകുടീരങ്ങളിലും ഭൂമാഫിയ ഫ്ളാറ്റ് നിർമ്മാണത്തിനായി തട്ടിയെടുത്ത തിരുവനന്തപുരം പാറ്റൂരിലെ ഭൂമിയിലും വേമ്പനാട്ടുകായൽ നികത്തിയെടുത്ത് ഫ്ളാറ്റ് നിർമ്മിച്ചതിന്റെ പേരിൽ സുപ്രീംകോടതി പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ട അമ്പലപ്പുഴ പമ്പാവള്ളിയിലെ ഫ്ളാറ്റ് പരിസരത്തും സന്ദർശനം നടത്തി മാഫിയവൽക്കരണത്തിനെതിരെ പ്രചരണം നടത്തിയത് 400ഓളം യുവതി യുവാക്കളായിരുന്നു. ഈ സംഘമാണ് പയ്യന്നൂരിലെത്തിയത്. റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിലും ഈ സംഘം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാർച്ച് 21-ന് രാത്രി സമരത്തോടൊപ്പം കലാസാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ച് അവർ ഗാന്ധി പാർക്കിൽ ഒത്തുചേർന്നു. മാഫിയവൽക്കരണത്തിനെതിരെ സംസ്ഥാനതലത്തിൽ സമരം സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകളും സംഘം ചർച്ച ചെയ്തു. നീതി ലഭിക്കുന്നില്ല എന്ന ചോദ്യം പോലും ഭരണകൂടത്തെ അസ്വസ്ഥരാക്കുന്നു. ഓരോ സ്ഥലത്തെയും നീതി ലഭിക്കാത്ത കണക്കുകൾ എടുത്തു തുടങ്ങിയാൽ വ്യക്തികളുടെ കണക്ക് മാത്രമല്ല, സമൂഹത്തിന്റെ കണക്കുകളും വലിയ KM ജിതേഷ്, രാകേഷ് രഘുനാഥ്, ഹസ്ന ഷാഹിദ, നിമിഷ ടോം എന്നിവർ സംസാരിച്ചു. അപ്പുകുട്ടൻ കരയിൽ സ്വാഗതം പറഞ്ഞു. ഹക്കീം വധം പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി പ്രവർത്തക K. ദേവി അനുഷ്ഠിക്കുന്ന നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യവുമായി അഭിഭാഷക പരിഷത്ത് അംഗങ്ങൾ സത്യാഗ്രഹ പന്തലിലെത്തി. നിരാഹാര സമരത്തിന്റെ 3-ാം ദിവസമായ ശനിയാഴ്ചയാണ് അംഗങ്ങൾ സമരപന്തലിലെത്തിയത്.
ശനിയാഴ്ച രാവിലെയോടെയാണ് അഭിഭാഷകരുടെ നേതൃത്വത്തിലുള്ള സംഘം സമരപന്തൽ സന്ദർശിച്ചത്. അഭിഭാഷകരായ വി രാജഗോപാലൻ, അനിൽകുമാർ കെ, പി സന്ദീപ് കുമാർ, അജിത് കുമാർ, പി സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. യാതൊരു നടപടി എടുക്കാൻ ഇവിടെ പോലീസ് തയ്യാറില്ല. രസകരമായ സംഗതി, കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും ലീഗുകാരനും എന്ന് വേണ്ട സകല ആൾക്കാരും വലിയ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നവരാ. എനിക്ക് മനസ്സിലാക്കാതെ ഈ സാധുവായ വക്കീലിന് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. പിന്നെ ആരാ ഇനി എതിര്? ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പും ക്ഷേമനിധിയിൽ നിന്നുള്ള ധനസഹായ വിതരണവും പിലാത്തറയിൽ നടന്നു. ടി വി രാജേഷ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള സഹകരണ വകുപ്പ് സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കിയ സുവർണ കേരളം സമഗ്ര പച്ചക്കറി കൃഷി പ്രോത്സാഹന പദ്ധതിയുടെ കണ്ണൂർ താലൂക്ക് തല ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചെറുതാഴം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പിലാത്തറ ഹെഡ് ഓഫീസിന്റെ മട്ടുപ്പാവിൽ ചെയ്ത പച്ചക്കറി കൃഷിയുടെ ആദ്യ വിളവെടുപ്പും അപകട മരണം സംഭവിച്ചവരുടെ കുടുംബത്തിന് ക്ഷേമനിധിയിൽ നിന്നുള്ള ധനസഹായ വിതരണത്തിന്റെയും ഉദ്ഘാടനം ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ നടന്നു. വിളവെടുപ്പ് ഉദ്ഘാടനം ടി വി രാജേഷ് MLAയും ക്ഷേമനിധിയിൽ നിന്നുള്ള ധനസഹായ വിതരണം കോഓപ്പറേറ്റീവ് സൊസൈറ്റി കണ്ണൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ രാജനും നിർവഹിച്ചു. പച്ചക്കറിയുടെ ആദ്യ വിൽപ്പന കോഓപ്പറേറ്റീവ് സൊസൈറ്റി അസിസ്റ്റന്റ് ഡയറക്ടർ കെ വി ശ്രീധരൻ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് PV ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായി. ബാങ്ക് വൈസ് പ്രസിഡന്റ് KC തമ്പാൻ മാസ്റ്റർ, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VD ആൽബർട്ട്, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മുള്ളിക്കോടൻ ഗോപാലൻ, സുമയ്യ KP, ചെറുതാഴം കൃഷി ഓഫീസർ നിഷാജി, സഹകരണ സംഘം മാട യൂണിറ്റ് ഇൻസ്പെക്ടർ സുനിൽകുമാർ, ബാങ്ക് സെക്രട്ടറി K ദാമോദരൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കരിവള്ളൂർ CHCയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPM കരിവള്ളൂർ സൗത്ത് നോർത്ത് ലോക്കൽ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കരിവള്ളൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുക, ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CPM ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ദേശീയപാതയോരത്തെ പ്രധാന ആശുപത്രികളിലൊന്നായ കരിവള്ളൂർ ഗവൺമെന്റ് ആശുപത്രിയുടെ സ്ഥിതി ഇന്ന് ഏറെ ദയനീയമാണ്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനവും പ്രസവ സൗകര്യവും ലഭിച്ചിരുന്നുവെങ്കിലും ഇന്നിവിടെ ആവശ്യത്തിന് ഡോക്ടർമാരില്ല. രാത്രിയിൽ ഡോക്ടർമാരുടെ സേവനമില്ലാത്തതിനാൽ ദേശീയപാതയിൽ അപകടം നടന്നാൽ 10 കിലോമീറ്ററിനപ്പുറം പയ്യന്നൂരിലെത്തേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും രോഗികൾ ആശ്രയിക്കുന്ന ഈ ആശുപത്രിയുടെ ദുരവസ്ഥ സാധാരണക്കാരെ തെല്ലൊന്നുമല്ല ദുരിതത്തിലാഴ്ത്തുന്നത്. സർക്കാർ ആശുപത്രികളെ സംരക്ഷിക്കുന്ന തരത്തിലായിരുന്നു ഇടതു സർക്കാർ തീരുമാനമെടുത്തിരുന്നതെന്നും ഇപ്പോൾ സ്വകാര്യ മേഖലയെ തടിച്ചു കൊടുക്കാനാണ് UDF സർക്കാർ അനുവദിക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ C കൃഷ്ണൻ MLA പറഞ്ഞു. സർക്കാർ ആശുപത്രികൾ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകൾക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സാ സൗകര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകളാണ്. ആ കാര്യത്തിൽ ഗവൺമെന്റ് ഓരോ ദിവസം കഴിയുന്തോറും ഓണക്കുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് ആശുപത്രി പരിസരത്ത് സമാപിച്ചു. EP കരുണാകരൻ അധ്യക്ഷനായി. K നാരായണൻ, T പത്മാവതി, EP തമ്പാൻ മാസ്റ്റർ, MV അപ്പുക്കുട്ടൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പയ്യന്നൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ കൂറ്റൻ മാവ് പൊട്ടിവീണു. രാവിലെ 9:45 സംഭവം. സംഭവ സമയത്ത് പരിസരത്ത് ആൾക്കാരില്ലാത്തത് വൻ ദുരന്തം ഒഴിവാക്കി. സ്കൂളിന്റെ മുന്നിലെ കൂറ്റൻ മരത്തിന്റെ ശിഖരമാണ് നെടുകെ മുറിഞ്ഞു വീണത്. രാവിലെ പരീക്ഷ ആരംഭിക്കുന്നതിന് മുമ്പായിരുന്നു സംഭവം. പ്രവൃത്തി ദിവസങ്ങളിൽ മാവിൻ ചുവട്ടിലാണ് കുട്ടികൾ കൂടുതൽ സമയവും ചെലവഴിക്കുന്നത്. സംഭവ സമയത്ത് ആരുമില്ലാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി. ഇതേ മരത്തിന്റെ വലിയ ശിഖരങ്ങൾ സ്കൂളിന് കെട്ടിടത്തോട് ചേർന്നാണുള്ളത്. ഇത് സ്കൂൾ അധികൃതരെയും ഭയപ്പാടിലാക്കുകയാണ്. ചെറുപുഴ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നിന്നും വിതരണം ചെയ്ത കഷായപ്പൊടിയിൽ പുഴു, കാലാവധി കഴിഞ്ഞ മരുന്നുകളും നൽകിയതായി പരാതി. കഴിഞ്ഞ ദിവസം ചെറുപുഴ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നിന്നും വാങ്ങിയ ആയുർവേദ കഷായപ്പൊടിയിലാണ് പുഴുവിനെ കണ്ടെത്തിയത്. ചെറുപുഴ ഭൂതാനം റോഡിലുള്ള വേങ്ങാച്ചുവട്ടിൽ ബിജുവിന്റെ ഭാര്യയ്ക്കും കുട്ടിക്കും വാങ്ങിയ മരുന്നിലാണ് ജീവനുള്ള പുഴുവിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ചെറുപുഴ ഗവൺമെന്റ് ആശുപത്രിയിൽ ചെന്നപ്പം അത് മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. അപ്പോൾ ഈ അവർ തന്ന പൊടിയിൽ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അത് കാണുന്നത് നിറച്ച് പുഴുക്കൾ അരിച്ചതും പഴകിയതായിട്ടുള്ള സാധനങ്ങളായിരുന്നു.
അതുപോലെ തന്ന പൊടിയിൽ ഒത്തിരി കാലപ്പഴക്കം, എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് ഇതായിരുന്നു ഇത് തന്നത്. കഷായപ്പൊടി ഉപയോഗിച്ച് കഷായം ഉണ്ടാക്കാനായി എടുത്തപ്പോഴാണ് പുഴുവിനെ കണ്ടത്. ഇതോടൊപ്പം നൽകിയ ചൂർണം കാലാവധി കഴിഞ്ഞ മാസങ്ങളായതാണ്. മാത്രമല്ല പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ തന്നെ പൂപ്പലുകളും നിറഞ്ഞ അവസ്ഥയാണ്. ബിജു ആരോഗ്യവകുപ്പിന് പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനത്തിന്റെ ഭാഗമായി ജില്ലയിലെ കണ്ടൽക്കാടുകളുടെ അതിർത്തി നിർണ്ണയിച്ച് സംരക്ഷിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. ജില്ലാ കളക്ടർ ബാലകിരൺ IAS ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിലെ കണ്ടൽക്കാട് ഭാഗത്ത് അതിർത്തിക്കല്ല് സ്ഥാപിച്ചാണ് കളക്ടർ ഉദ്ഘാടനം ചെയ്തത്. തിരിച്ചറിയാനും അത് പിന്നെ സംരക്ഷിക്കാനും നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇന്നു തുടക്കം വയ്ക്കുന്നത്. ഇന്നു ഈ ചെറിയ പരിപാടിനകത്ത് വെച്ച് ഈ ചെറിയ തുടക്കം ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ ഒരു മുതൽക്കൂട്ടിയായിട്ട് തന്നെ നമുക്ക് കണക്കിലെടുക്കാൻ പറ്റും. വരാൻ പോകുന്ന കാലങ്ങളിൽ കണ്ണൂർ ജില്ലയിലുള്ള എല്ലാ കണ്ടൽക്കാടുകളും സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറാക്കുകയാണ്. അതിൻ്റെ എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും. ചടങ്ങിൽ കണ്ണൂർ DFO CB രാജൻ സ്വാഗതം ആശംസിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C ചന്ദ്രിക ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ചീഫ് കൺസർവേറ്റർ D ജയപ്രസാദ്, വാർഡ് മെമ്പർമാർ, ഫോറസ്റ്റ് റവന്യൂ ഉദ്യോഗസ്ഥർ, നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2015-16 വാർഷിക ബഡ്ജറ്റ്. ഉൽപാദന സേവന മേഖലയ്ക്കും ബജറ്റിൽ പ്രത്യേക പരിഗണനയുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീറിന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് PV പത്മജ ബജറ്റ് അവതരണം നടത്തി. സാന്ത്വനപരിചരണവും ചികിത്സാ സൗകര്യങ്ങളും ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വിവര സാങ്കേതിക വിദ്യയുടെ പ്രയോജനം സാധാരണക്കാരിൽ എത്തിക്കുകയും സാർവത്രികമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ സൗജന്യ വൈഫൈ സംവിധാനം നമ്മുടെ പഞ്ചായത്താണ് രാജ്യത്താദ്യമായി നടപ്പിലാക്കിയത്. നമ്മുടെ സംസ്ഥാനത്തെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഈ പദ്ധതി ഏറ്റെടുക്കാൻ തുടങ്ങിയത് നമുക്ക് അഭിമാനിക്കാൻ വർദ്ധ നൽകുന്ന ഒരു കാര്യമാണ്. കൂടാതെ ഈ വർഷം നടപ്പിലാക്കിയ ഈ സാക്ഷരതാ പദ്ധതിയും വിവര സാങ്കേതിക വിദ്യയുടെ വ്യാപനത്തിന് വളരെയധികം പ്രയോജനപ്പെടുകയും ഗവൺമെന്റിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങൾ സാധാരണക്കാർക്ക് വീട്ടിലിരുന്നു കൊണ്ട് നേടാൻ സാധിക്കുകയും ചെയ്യും. IAY ഭവന പദ്ധതിക്ക് പുറമെ പഞ്ചായത്തിന്റെ സ്വന്തം ഭവന പദ്ധതിയായ കാരുണ്യ ഭവന പദ്ധതിക്കായി 60 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്നുള്ള സേവനങ്ങൾ മൊബൈൽ വഴി ലഭ്യമാക്കാനായി പഞ്ചായത്ത് സ്വന്തമായി തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് IKM അംഗീകാരത്തോടെ നടപ്പിൽ വരുത്താനും ബജറ്റിൽ തീരുമാനമായി. കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിലൊരു മൊബൈൽ ആപ്പ് തയ്യാറാക്കുന്നത്. തൃക്കരിപ്പൂർ ടൗണിന്റെ ഗതാഗത കുരുക്കഴിക്കുന്ന നിർദ്ദിഷ്ട റെയിൽവേ അണ്ടർ പാസേജിന് സെന്റേജ് തുക ബഡ്ജറ്റിൽ വകയിരുത്തി. ആധുനിക രീതിയിലുള്ള മത്സ്യമാർക്കറ്റും മാതൃകാ അറവുശാലയും പണിയുന്നതിനും തുക വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി നടക്കാവിലും ഇളമ്പച്ചിയിലും ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയും. ടൗണിൽ ശീതീകരിച്ച കോൺഫറൻസ് ഹാൾ നിർമ്മിക്കും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജൈവ പച്ചക്കറി കൃഷിക്ക് മുന്തിയ പരിഗണനയാണ് ബജറ്റിൽ നൽകിയിട്ടുള്ളത്. ക്ഷീരസാഗരം, കന്നുകുട്ടി പരിപാലനം, മുട്ടക്കോഴി വിതരണം തുടങ്ങിയ പദ്ധതിയും ഉൽപ്പാദന മേഖലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പട്ടികജാതി മേഖലയിൽ സ്വന്തമായി സ്ഥലമുള്ള അർഹരായ മുഴുവൻ ആളുകൾക്കും വീട് നൽകും. കോളനികളിലെ അടിസ്ഥാന സൗകര്യവും വർദ്ധിപ്പിക്കും. 15,68,96,459 രൂപ വരവും 14,48,53,000 രൂപ ചെലവും കണക്കാക്കുന്ന ബജറ്റിൽ 1,18,43,459 രൂപ നീക്കിയിരിപ്പുമുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീറിന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് PV പത്മജയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. SSLC പരീക്ഷ സമാപിച്ചു. മൂല്യനിർണ്ണയം ഉടൻ ആരംഭിച്ച് ഫലപ്രഖ്യാപനം വേഗത്തിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. SSLC പരീക്ഷ ശനിയാഴ്ചത്തെ പരീക്ഷയോടെ സമാപിച്ചു. ഇക്കുറി പരീക്ഷ നേരത്തെ നടത്തി കുട്ടികൾക്ക് റിസൾട്ട് നൽകി റെക്കോർഡിടാനാണ് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വന്നത്. മാർച്ച് 31 തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ മൂല്യനിർണ്ണയം ആരംഭിക്കും. ഏപ്രിൽ 16 തന്നെ റിസൾട്ട് അറിയിക്കുവാനുള്ള മുന്നൊരുക്കത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. ഹയർ സെക്കൻഡറി പരീക്ഷ പുരോഗമിച്ച് മാർച്ച് 30 അവസാനിക്കും. ഏപ്രിൽ 6 മൂല്യനിർണ്ണയം ആരംഭിക്കും. പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ ഏറെ പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികൾ. അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാം. നമ്മളെ SLC പരീക്ഷ ഇപ്പോൾ കഴിഞ്ഞു. മാത്സ് ആയിരുന്നു പൊതുവേ ടഫായിട്ടുണ്ടായിനി. പക്ഷേ നമ്മളെ സ്കൂളിനെ വിട്ടു പോകുന്നതിൽ നമുക്ക് ഒരുപാട് സങ്കടമുണ്ട്. നമ്മൾ സ്കൂളിന് കഴിഞ്ഞ പ്രാവശ്യം 100% ഉണ്ടായിരുന്നു. ആ ഒരു റിസൾട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സ്റ്റുഡൻസ് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ എന്തായാലും 100% തന്നെ നമ്മൾ സ്കൂളിന് നേടിക്കൊടുക്കും. നമ്മളെ സ്കൂളിലത്തെ മാഷ്മാർ നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ കഴിഞ്ഞ SLC പരീക്ഷ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ടഫ് തോന്നിയതിന് മാത്സ് പരീക്ഷ മാത്രമാണ്. പത്രത്തിലുണ്ടായിരുന്നു, ഇതുവരെ ഇങ്ങനത്തെ ഒരു കണക്ക് പരീക്ഷ ഉണ്ടായിട്ടാണ്. റിസൾട്ട് അറിഞ്ഞിട്ട് ഏതാന്ന് വെച്ചാൽ ഏത് വിഷയത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നത് ആ വിഷയം എടുത്തിട്ട് ഉപരിപഠനത്തിന് പോകണമെന്നാണ് ആഗ്രഹം.
കളിയും ചിരിയുമായി സ്കൂൾ മുറ്റത്ത് ഇവർ ചെലവഴിച്ച സുന്ദര മുഹൂർത്തങ്ങൾക്ക് തൽക്കാലത്തേക്ക് വിട പറയുകയാണിവർ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക സെവൻസ് വിശേഷങ്ങൾ. വെള്ളിയാഴ്ച നടന്ന കരുത്തന്മാരുടെ പോരാട്ടത്തിൽ MRCF എടാട്ടുമ്മൽ ടൗൺ ടീം പയ്യന്നൂരിനെ അട്ടിമറിച്ചു. ആവേശത്തിനപ്പുറം പരുക്കൻ കളിയാണ് വെള്ളിയാഴ്ചത്തെ മത്സരത്തിൽ ഇരു ടീമുകളും പുറത്തെടുത്തത്. അതുകൊണ്ട് തന്നെ റഫറിക്ക് മഞ്ഞ കാർഡ് യഥേഷ്ടം നൽകേണ്ടിയും വന്നു. സ്വന്തം തട്ടകത്തിൽ കളിക്കാനിറങ്ങിയ ടൗൺ ടീം പയ്യന്നൂരിന് കാണികളുടെ പൂർണ്ണ പിന്തുണയുണ്ടായിട്ടും വിജയം കൈപ്പിടിയിൽ ഒതുക്കാനായില്ല. തുടക്കം ആക്രമണോത്സുകമായ മുന്നേറ്റങ്ങളാണ് മത്സരത്തിൽ കണ്ടതെങ്കിൽ കളി പുരോഗമിക്കുന്തോറും മത്സരം പരുക്കനായി മാറുകയായിരുന്നു. ഒപ്പം കൃത്യമായ ഇടവേളകളിൽ MRCF എടാട്ടുമ്മൽ പയ്യന്നൂരിന്റെ ഗോൾ വലിച്ചലിപ്പിച്ചതും കളിയുടെ പരുക്കൻ സ്വഭാവം വർദ്ധിപ്പിക്കാനിടയാക്കി. ഫൗളിന്റെ പേരിൽ കളിയിലുടനീളം റഫറിയുടെ വിസിൽ മുഴങ്ങിയ മത്സരത്തിൽ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ 1-നെതിരെ 3 ഗോളുകൾക്ക് MRCF എടാട്ടുമ്മൽ ടൗൺ ടീം പയ്യന്നൂരിനെ തോൽപ്പിച്ചു. അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വാർഷിക പദ്ധതികൾക്ക് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം നേടി മികവ് തെളിയിച്ചിരിക്കുകയാണ് ഈസ്റ്റ് എളേരി പഞ്ചായത്ത്. ഈ അംഗീകാരം നേടുന്ന കേരളത്തിലെ 2ാമത്തെ പഞ്ചായത്താണ് ഈസ്റ്റ് എളേരി. 4.66 കോടി രൂപ അടങ്കൽ പ്രതീക്ഷിക്കുന്ന 116 പദ്ധതികൾക്കാണ് ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം നൽകിയത്. അതിൽ 4.21 കോടി രൂപ പൊതുവിഭാഗത്തിലാണ്. ഉൽപാദന മേഖലയ്ക്കും പൊതുമേഖലകൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ട് സമർപ്പിച്ചതാണ് ഈ പദ്ധതികൾ. ഈ പദ്ധതികൾക്കെല്ലാം ഏപ്രിൽ-മെയ് മാസങ്ങളിൽ തന്നെ ടെൻഡർ വിളിച്ച് പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തു. ഇങ്ങനെ അനുമതി ലഭിച്ച കേരളത്തിലെ 2 പഞ്ചായത്തുകളിൽ ഒന്നാണ് ഈസ്റ്റ് എളേരി പഞ്ചായത്ത്. 6 വർഷത്തേക്കുള്ള വാർഷിക പദ്ധതിക്ക് ഇന്നലെ 116 പ്രോജക്റ്റുകൾ പട്ടികവർഗ മേഖലയിലും മറ്റുമായി 116 പ്രോജക്റ്റുകൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഗ്രാമപഞ്ചായത്ത് മാർച്ച് മാസത്തിൽ തന്നെ അംഗീകാരം മേടിക്കുന്നത് ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്താണ്. ഇതുകൂടാതെ മലപ്പുറം ജില്ലയിലെ അങ്ങാടിക്കടവ് പഞ്ചായത്തും ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ജനുവരി മാസമൊക്കെ ആകുമ്പോഴാണ് ടെൻഡർ നടപടികൾ ആരംഭിക്കുന്നതെങ്കിൽ ഈ ചീമേനി IT പാർക്കിന്റെ ചുറ്റുമതിൽ നിർമ്മാണം പൂർത്തിയാകുന്നു. കെട്ടിട നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ചീമേനിയുടെ വികസന കുതിപ്പിനാണ് വഴിയൊരുങ്ങുന്നത്. ചീമേനി IT പാർക്കിന്റെ ചുറ്റുമതിൽ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി. 100 ഏക്കറിൽ നിർമ്മാണം തുടങ്ങാനിരിക്കുന്ന IT പാർക്കിന്റെ പ്രാരംഭ പ്രവർത്തനമായാണ് ചുറ്റുമതിൽ നിർമ്മിച്ചത്. മതിലിന്റെ മേലെ കമ്പിയും ഘടിപ്പിച്ചു കഴിഞ്ഞു. അടുത്ത ഘട്ടം റോഡുകളും കെട്ടിടങ്ങളുമായിരിക്കും നിർമ്മിക്കുക. തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെ മാതൃകയിലായിരിക്കും ഇവിടെ IT പാർക്ക് നിർമ്മിക്കുക. കഴിഞ്ഞ ഇടതു സർക്കാരിന്റെ കാലത്ത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനാണ് IT പാർക്കിന് തറക്കല്ലിട്ടത്. IT പാർക്കിന്റെ പണി പൂർത്തിയാകുന്നതോടെ ദീർഘകാലമായി കാത്തിരിക്കുന്ന ചീമേനിയുടെ വികസനത്തിന് വഴിതെളിയുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. മലയാള മനോരമ ദിനപത്രത്തിൽ 2 ദിവസങ്ങളിലായി പ്രസിദ്ധീകരിച്ചു വരുന്ന പരമ്പരയിൽ പാർട്ടിയെ മനഃപൂർവ്വം അധിക്ഷേപിക്കുന്നതായി ആരോപിച്ച് CPMന്റെ നേതൃത്വത്തിൽ മലയാള മനോരമ പയ്യന്നൂർ ബ്യൂറോ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നിരവധി പേർ പങ്കെടുത്തു. റോട്ടറി ക്ലബ്ബ് കരിവെള്ളൂരിന്റെ നേതൃത്വത്തിൽ USS മാതൃകാ പരീക്ഷ നടത്തി. കരിവെള്ളൂർ GHSL വെച്ചാണ് പരീക്ഷ നടത്തിയത്. ഈ വർഷം മുതൽ USS പരീക്ഷ പാറ്റേൺ മാറ്റിയ സാഹചര്യത്തിലാണ് റോട്ടറി ക്ലബ്ബ് ഇത്തരത്തിലൊരു പരീക്ഷ നടത്താൻ തീരുമാനിച്ചത്. പുതിയ രീതിയിലുള്ള പരീക്ഷയുമായി വിദ്യാർത്ഥികളെ പൊരുത്തപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും കുട്ടികളെ ഉദ്ദേശിച്ചായിരുന്നു പരീക്ഷ നടത്തിയത്. 300ഓളം കുട്ടികൾ പരീക്ഷ എഴുതി. 1 വർഷം മാത്രം പ്രായമായ കരിവെള്ളൂർ റോട്ടറി ക്ലബ്ബ് നിരവധി പ്രവർത്തനങ്ങളിലൂടെ ഇതിനകം ജനശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു.
ത്തിലേക്ക് കഴിയുന്ന ഈ സമയത്ത് കരുവള്ളൂർ പഞ്ചായത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും UP സ്കൂളിലെ കുട്ടികൾക്കായി USSന്റെ മോഡൽ എക്സാം നടക്കുകയാണ്. കേരള ഗവൺമെൻറ് ഇപ്രാവശ്യം USSന്റെ മോഡൽ പരീക്ഷയുടെ രീതി മാറ്റിയതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കുട്ടികൾക്ക് സഹായമാകുന്നൊരു പരീക്ഷ നടത്തുന്നത്. സർവീസിൽ നിന്നും വിരമിക്കുന്ന പയ്യന്നൂർ ഉപജില്ലയിലെ വിദ്യാഭ്യാസ ഓഫീസർ TK മാധവൻ നമ്പൂതിരി, മറ്റ് അധ്യാപകേതര ജീവനക്കാർ എന്നിവർക്ക് ഉപജില്ലാ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ BMLP സ്കൂളിൽ വെച്ച് യാത്രയയപ്പ് നൽകി. ചെയർപേഴ്സൺ KV ലളിത പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരാശങ്കയോടെ യാത്രയൊക്കെ നടത്തുന്നു എന്നുള്ള നിലയിലേക്ക് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനാധ്യാപകർ, സഹാധ്യാപകർ, അധ്യാപകേതര ജീവനക്കാർ എന്നിവർക്കും ചടങ്ങിന്റെ ഭാഗമായി യാത്രയയപ്പ് നൽകി. ഉപജില്ലാ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സമുചിതമായ യാത്രയയപ്പ് ചടങ്ങിൽ പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ ഉപഹാര സമർപ്പണം നടത്തി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M വാസന്തി അധ്യക്ഷയായിരുന്നു. പയ്യന്നൂർ AEO സീനിയർ സൂപ്രണ്ട് CK പുരുഷോത്തമൻ, BRC BPO AM മുരളീകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർ മറുപടി പ്രസംഗവും നടത്തി. KSKT കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് AV രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ഫലം വളരെ വളരെ നിരാശയാണ്. കാര്യമേറെക്കുറെ നമുക്കിപ്പോൾ മനസ്സിലായി ആർക്കാണ് നല്ല ദിനങ്ങൾ സമ്മാനിച്ചത്, ആർക്ക് നല്ല ദിനം വരും എന്നതാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ മനസ്സിലായി, നമുക്കായിരിക്കുമല്ല. ഭൂരഹിതർക്ക് ഭൂമി നൽകുക, ഭൂമിക്ക് പട്ടയം, തൊഴിലുറപ്പ് പദ്ധതി കാര്യക്ഷമമാക്കുക, ഭക്ഷ്യസുരക്ഷ സംരക്ഷിക്കുക, വിലക്കയറ്റം തടയുക, ക്ഷേമനിധി അനുവദിക്കുക, പെൻഷൻ യഥാസമയം വിതരണം ചെയ്യുക, പെൻഷൻ തുക 1000 രൂപയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് തൊഴിലാളി കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ഏരിയ സെക്രട്ടറി KV വാസു അധ്യക്ഷനായിരുന്നു. M പത്മനാഭൻ, KP ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. കുഞ്ഞിമംഗലം പള്ളിക്കോൽ ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാ കലശ മഹോത്സവം മാർച്ച് 23 മുതൽ 26 വരെ നടക്കും. ക്ഷേത്രം തന്ത്രി ബകുന്നരു പാലക്കീഴിലത്ത് ഈശ്വരവാദ്യ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രം നാശോന്മുഖമായ സാഹചര്യത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രസന്നിധിയിൽ വെച്ച് നടത്തിയ പ്രശ്നചിന്തയിൽ നാഗപ്രതിഷ്ഠ നടത്തി നാഗപ്രതി വരുത്തണമെന്നും ക്ഷേത്രം നിർമ്മിച്ച് ദേവീയാരാധന നടത്തണമെന്നും തെളിയുകയുണ്ടായി. അതുപ്രകാരം നടത്തിയ പുനരുദ്ധാരണത്തിന്റെ ഫലമായി പ്രധാന ദേവതയായ പൂമാല ഭഗവതി ക്ഷേത്രവും ഉപദേവതാ സങ്കല്പ തറകളുടെയും നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. പ്രസ്തുത ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ കലശ മഹോത്സവം മാർച്ച് 23 മുതൽ 26 വരെ നടക്കും. മാർച്ച് 23 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക് കലശോത്സവത്തിന് തുടക്കം കുറിച്ച് തൃപ്പാണിക്കര ശിവക്ഷേത്ര പരിസരത്തു നിന്നും കലവറ നിറക്കൽ ഘോഷയാത്ര നടക്കും. തുടർന്ന് വൈകുന്നേരം 5:30 ആചാര്യ സ്വീകരണവും നടക്കും. 4 ദിവസങ്ങളിലായി നടക്കുന്ന കലശ മഹോത്സവത്തിൽ മാർച്ച് 26 വ്യാഴാഴ്ച പുലർച്ചെ 3:45-നും 5:40-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ദേവി പ്രതിഷ്ഠ നടക്കും. ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനവും ഉണ്ടാകുമെന്നും ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കലശ മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ കല, സാംസ്കാരിക, ആധ്യാത്മിക പരിപാടികളും സംഘടിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികളായ തേജ്രാജ് മല്ലർ, തൃപ്പാണിക്കര ബാലൻ, സുനിൽ C, K ബാലൻ, P സന്തോഷ്, P ചന്ദ്രൻ, MK സുകുമാരൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഇൻകം ടാക്സിനെ കുറിച്ച് വ്യാപാരികളെ ബോധവൽക്കരിക്കുന്നതിന് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ചേംബർ ഹാളിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഇൻകം ടാക്സിനെ കുറിച്ച് വ്യാപാരികളെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടി ചേംബർ ഹാളിൽ വൈസ് പ്രസിഡന്റ് MB തിലകന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കണ്ണൂർ അസിസ്റ്റന്റ് ഇൻകം ടാക്സ് കമ്മീഷണർ K സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഇൻകം ടാക്സ് ഓഫീസർമാരായ സാലു സാം ജോസഫ്, EP പ്രകാശൻ എന്നിവർ ക്ലാസ് നടത്തി. ചർച്ചയിൽ TV ബാലകൃഷ്ണൻ, MK ബഷീർ, VP സതീശൻ, MV ശ്രീധരൻ, സായി കിഷോർ, ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി V നന്ദകുമാർ എന്നിവർ സംസാരിച്ചു. കണ്ടോത്ത് ALP സ്കൂൾ ശതാബ്ദി ആഘോഷ ഭാഗമായി കലാകായിക മേള സംഘടിപ്പിച്ചു. അത്ലറ്റ് ഭാർഗവൻ മേള ഉദ്ഘാടനം ചെയ്തു. കണ്ടോത്ത് ALP സ്കൂൾ കുട്ടികളെയും പ്രദേശത്തെ ഗണേശ് അംഗൻവാടികളിലെ കുട്ടികളെയും പങ്കെടുപ്പിച്ചാണ് കലാകായിക മേള സംഘടിപ്പിച്ചത്. അംഗൻവാടി കുട്ടികൾക്കായി ബലൂൺ പൊട്ടിക്കൽ, ഓട്ടമത്സരം തുടങ്ങിയ പരിപാടികളും നടന്നു. ഇടയിലക്കാട് ഭുവനേശ്വരി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കലശാട്ടും കലവറ നിറക്കൽ ഘോഷയാത്രയും നടന്നു. നിരവധി ഭക്തജനങ്ങൾ കലവറ നിറക്കൽ ഘോഷയാത്രയിൽ പങ്കെടുത്തു.
ക്ഷേത്രാചാര്യൻ EG രാജൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശനിയാഴ്ച പുലർച്ചെ 5 മണിയോടെ കലശാട്ട് കർമ്മങ്ങൾ ആരംഭിച്ചു. ഗണപതി ഹോമവും കലശപൂജയും കലശാട്ടും ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. പുതിയ ക്ഷേത്രങ്ങളുടെ സമർപ്പണവും നടന്നു. തുടർന്ന് ഇടയിലക്കാട് ശ്രീ നാഗാലയ സന്നിധിയിൽ നിന്നും 10 മണിയോടെ കലവറ നിറക്കൽ ഘോഷയാത്ര പുറപ്പെട്ട് ചെണ്ടവാദ്യവും താലപ്പൊലിയേന്തിയ ബാലികമാരും മുത്തുകുടകളേന്തിയ വനിതകളും അന്നദാനത്തിനുള്ള വിഭവങ്ങളുമായി ഘോഷയാത്രയായി ഉച്ചയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഞായറാഴ്ച വിഷ്ണുമൂർത്തി, രക്തചാമുണ്ടി, ഗുളികൻ ഉച്ചയ്ക്ക് 12-നും 12:30-നും ഇടയിൽ ഭുവനേശ്വരി അമ്മയുടെ തിരുമുടിയേറും. തുടർന്ന് അന്നദാനവും നടക്കും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ചെറുവത്തൂർ കുറ്റിവയൽ ഫൈറ്റിംഗ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആതിഥ്യമരുളുന്ന ദേശീയ പ്രോ കബഡി ഫെസ്റ്റ് മാർച്ച് 25 മുതൽ 29 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഫൈറ്റിംഗ് സ്റ്റാർ ഫ്ലഡ്ലറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ അരങ്ങേറുക. അമേച്വർ കബഡി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടെ ആദ്യമായാണ് കേരളത്തിൽ ഒരു ടൂർണമെന്റ് നടത്തുന്നത്. 1ാം സ്ഥാനക്കാർക്ക് 1.5 ലക്ഷം രൂപയും 2ാം സ്ഥാനക്കാർക്ക് 1 ലക്ഷം രൂപയും സമ്മാനത്തുക ലഭിക്കും. കബഡി എന്ന ജനകീയ മത്സരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം സമൂഹത്തിലെ നിർധനരായ രോഗികളെ സാമ്പത്തികമായി സഹായിക്കുക എന്ന പ്രധാന ഉദ്ദേശത്തോടെയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ജനകീയ സംഘാടക സമിതിയുടെ സഹകരണത്തോടെ ചെറുവത്തൂർ ഫൈറ്റിംഗ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് ടൂർണമെന്റിന് ആതിഥ്യമരുളുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 6 മണി മുതൽ കുറ്റിവയൽ ഫൈറ്റിംഗ് സ്റ്റാർ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ അരങ്ങേറുക. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിൽ ഇന്ത്യയിലത്തെ 12ഓളം പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ ഇത്രയും പ്രമുഖരായിട്ടുള്ള ടീമുകളൊക്കെ പങ്കെടുത്തുകൊണ്ട് ഒരു കബഡി ഫെസ്റ്റ് നടത്തുന്നത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മെഗാ തിരുവാതിര, നാടൻ കലാമേള തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളും അരങ്ങേറും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി K. കുഞ്ഞിരാമൻ MLA, M. അച്യുതൻ മാസ്റ്റർ, TV കൃഷ്ണൻ, KV കുഞ്ഞിരാമൻ, വയലിൽ തമ്പാൻ, ഷിജു T, ബാബു T, ഭാസ്കരൻ E എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. വിശുദ്ധ ഔസേപ്പിന്റെ തിരുനാൾ ആഘോഷവും ഫാദർ സുക്കോളച്ചിന്റെ പ്രതിമ അനാച്ഛാദനവും 22 ഞായറാഴ്ച പിലാത്ര കാർലോമറിയം നഗറിൽ നടക്കുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് 4-ന് നടക്കുന്ന ദിവ്യബലിക്ക് ബിഷപ്പ് അലക്സ് വടക്കുന്തല മുഖ്യ കാർമ്മികത്വം വഹിക്കും. 6-ന് പുതുതായി പണി കഴിപ്പിച്ച ഫാദർ സൂക്കാൻ സ്തുതിയിലെ പ്രതിമ ബിഷപ്പ് അനാച്ഛാദനം ചെയ്യും. ഫാദർ ലൂക്കാസ് അധ്യക്ഷനാകും. തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിൽ TV രാജേഷ് MLA അധ്യക്ഷനാകും. തുടർന്ന് നേർച്ച ഭക്ഷണവും ഉണ്ടാകും. K. ജോബ്, KG വർഗീസ്, പോൾ ജസ്റ്റിൻ, V. റെയ്ഗൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കരുവള്ളൂർ പുത്തൂർ പാച്ചേനിയിലെ പരേതനായ കണ്ണോത്ത് നാരായണന്റെ ഭാര്യ കുന്നുമൽ കല്യാണിയമ്മ നിര്യാതയായി. 74 വയസ്സായിരുന്നു. പത്മാക്ഷി, ശശിധരൻ, ബാലാമണി, ശ്യാമള, ചന്ദ്രമതി, ലീല എന്നിവർ മക്കളാണ്. ഇനി അറിയിപ്പുകൾ. 2014-15 വർഷത്തെ ചേംബർ അംഗത്വം മെമ്പർഷിപ്പ് വിഹിതം അടച്ച് മാർച്ച് 31-ന് മുൻപ് പുതുക്കേണ്ടതാണെന്ന് ജനറൽ സെക്രട്ടറി V. നന്ദകുമാർ അറിയിക്കുന്നു. റെഡ് ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പറമ്പത്ത് ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി നടത്തിയ സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പ് ഫലം വിജയികൾ: 1ാം സമ്മാനം 0146, 2ാം സമ്മാനം 1316, 3ാം സമ്മാനം 0295, 4ാം സമ്മാനം 1751, 1515. വൈപ്പിരിയം മദർ സ്കൂളിലെ രക്ഷിതാക്കളുടെ ഒരു യോഗം മാർച്ച് 22-ന് ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് മാത്തിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപം ചേരുന്നതാണ്. മുഴുവൻ രക്ഷിതാക്കളും എത്തിച്ചേരണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിക്കുന്നു. DYFI പീരക്കാംതട യൂണിറ്റ് സംഘടിപ്പിക്കുന്ന TP വിഷ്ണു മാസ്റ്റർ സ്മാരക എവറോളിംഗ് ട്രോഫി ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് ഏപ്രിൽ 5-ന് ഞായറാഴ്ച അറത്തിപ്പറമ്പിൽ നടക്കും. വിശദവിവരങ്ങൾ 9847171292, 9946249467 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ വീണ്ടും. എട്ടിക്കുളത്ത് മധ്യവയസ്കൻ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി പരാതി. സംഭവത്തിൽ എട്ടിക്കുളം സ്വദേശി TC അബ്ദുറഹ്മാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹക്കീം വധം ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് വിവിധ ജില്ലകളിൽ നിന്നും യുവാക്കളുടെ സംഘം സമരപന്തൽ സന്ദർശിച്ചു. കരിവള്ളൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് CPM കരിവള്ളൂർ സൗത്ത് നോർത്ത് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും.
SSLC പരീക്ഷ സമാപിച്ചു. മൂല്യനിർണ്ണയം മാർച്ച് 31-നകം ആരംഭിക്കും. ഏപ്രിൽ 2-ാം വാരത്തിൽ ഫലപ്രഖ്യാപനവും നടക്കും. മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനത്തിന്റെ ഭാഗമായി കണ്ടൽക്കാട് സംരക്ഷണ പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കുഞ്ഞുമംഗലത്ത് ജില്ലാ കളക്ടർ ബാലകിരൺ IAS നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.